തട്ടിമാറ്റി പോലെ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഉപകരിക്കുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്നത് ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല, നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല. ആൻജിയോഗ്രാം കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടേബിളിൽ ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യനെ കഴുത്തിറക്കുന്ന ഹോസ്പിറ്റലുകളുടെ മുമ്പിലാണ് ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത്. എവിടെയാണെന്നറിയോ? സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സെൻറ്റർ, വൈറ്റ് ഫീൽഡ്, ബാംഗ്ലൂർ. നിങ്ങൾ ഏത് രോഗിയാവട്ടെ, ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ എന്ത് രോഗമുള്ളവരാവട്ടെ, എത്ര വലിയ സർജറി ഉള്ളവരാവട്ടെ, വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. കൂടെ പറയേണ്ട ഒരൊറ്റ കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾ ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. വന്ന് കയറി ഉടനെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെ വെട്ടിമുറിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നിങ്ങളുടെ രോഗവിവരങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് സർജറി എപ്പോഴാണോ ആവശ്യം, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് സർജറി അതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണെങ്കിൽ മാത്രം ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വാ. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് സർജറി വേണ്ടവർ, കാർഡിയാറ്റിക് പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇതൊരു ഉപകാരമാവും. വാ എൻ്റെ കൂടെ, ഞാൻ കാണിച്ചു. മലയാളികളുടെ സെമി ഗൾഫാണല്ലോ ബാംഗ്ലൂർ. എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള മെട്രോപൊളിറ്റൻ സിറ്റി. ഞാൻ വയനാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ കൽപ്പറ്റയിൽ നിന്ന് 11:20 പുറപ്പെടുന്ന കർണാടക RTCയിലാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. കാരണം ആ ബസ് നേരെ മെജസ്റ്റിക്കിലേക്ക് പോകും എന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് ലക്ഷൂറിയസ് ബസ്സുകൾ ഉണ്ടെങ്കിലും ഞാൻ ഈ ബസ്സാണ് സെലക്ട് ചെയ്തത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മുടെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത് എന്നതാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കൊപ്പക്കോട മെട്രോ സ്റ്റേഷനും അതേപോലെ തന്നെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾ വൈറ്റ് ഫീൽഡിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 80 രൂപയുടെ ടിക്കറ്റാണ് നമുക്ക് കരസ്ഥമാക്കാനുള്ളത്. അത് മെട്രോയുടെ ഒരു കോയിനായിരിക്കും നമുക്ക് തരിക. ഓർക്കുക, ബസ്സും അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളത്. പ്ലാറ്റ്ഫോം 1ലേക്കാണ് നമുക്ക് ഇനി പോവേണ്ടത്. അതിൽ എസ്കലേറ്റർ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം 1 തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ വഴികാതെ 15 മിനിറ്റ് ഇടവിട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വൈറ്റ് ഫീൽഡിലേക്കുള്ള മെട്രോകൾ നമുക്ക് ലഭ്യമാണ്. 18ാമത്തെ മെട്രോ സ്റ്റേഷനാണ് സത്യസായി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. രാത്രിയിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് തന്നെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് പൂർത്തീകരിച്ചത്. വളരെ വൈകാതെ തന്നെ വൈറ്റ് ഫീൽഡിലേക്കുള്ള മെട്രോ സ്റ്റേഷനിൽ വന്നെത്തി. തുടക്കത്തിൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും യാത്ര പോകുന്നതിനനുസരിച്ച് ഏകദേശം മെട്രോ കാലിയായി തുടങ്ങി. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് എനിക്ക് വന്ന ചിലവ് എന്നത് 620 രൂപയാണ്. അതായത് കർണാടക RTCക്ക് 540 രൂപയും മെട്രോവിന് 80 രൂപയും. സത്യസായി ഹോസ്പിറ്റൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് വലതുവശം കൂടി നമ്മൾ എക്സിറ്റ് എടുക്കുമ്പോൾ താഴേക്ക് എസ്കലേറ്റർ വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബോർഡിൽ സത്യസായി ഹോസ്പിറ്റലും പ്രധാന കവാടത്തിൻ്റെ മുൻപിൽ നിന്ന് തന്നെ സത്യസായി ഹോസ്പിറ്റലിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും നമുക്ക് മുൻപിലായിട്ട് കാണാൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട സത്യസായി ഹോസ്പിറ്റലിൻ്റെ കവാടമാണ്. എന്നാൽ ഇതിലൂടെ സന്ദർശകർക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ പ്രവേശനമില്ല. തൊട്ട് വലത് സൈഡോടെ നമ്മൾ കുറച്ച് മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റ് 2ലാണ് നമ്മൾക്കുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ്. ഇവിടെ നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരാണ് എങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള മെസ്സേജോ അതല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടോ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാവുന്നതാണ്.
പ്രധാന ഗേറ്റ് വഴി നിങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടതുവശത്തായി കുറേ സീറ്റുകളുള്ളതായി നിങ്ങൾക്കൊരു ഷെഡ് കാണാം. അവിടെ നിന്ന് ആണ് നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഗേജ് അതുപോലെ തന്നെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം നിങ്ങൾ ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട OPD ബിൽഡിങ്ങിലേക്ക് പോവാം. അവിടെ മൊബൈലോ അതുപോലെ ക്യാമറകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അവിടെയെല്ലാം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഭക്ഷണങ്ങളുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണം ഇഡ്ഡലിയും അതുപോലെ തന്നെ ഉപ്പുമാവും ഇവിടെ ക്യാൻറ്റീനിൽ ലഭ്യമാണ്. 3 ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ ചട്നിയും അടങ്ങുന്ന സെറ്റിന് 25 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. വിശാലമായിട്ടുള്ള ക്യാൻറ്റീനും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇനി ഏതൊക്കെ രോഗികൾക്കാണ് ഇവിടെ ചികിത്സയുള്ളത് എന്ന് പറയാം. പ്രധാനമായും കാർഡിയോളജി, ന്യൂറോളജി, കാർഡിയാറ്റിക് സർജറി, അനസ്തേഷ്യോളജി, ന്യൂറോ സർജറി, റേഡിയോളജി, ജനറൽ സർജറി എന്നിവയാണ് ഇവിടെ പ്രധാനമായിട്ടും ചികിത്സയുള്ളത്. ഇനി എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന് പറയാം. വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഇവിടുത്തെ അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ഡയറക്റ്റായി ഫോൺ എടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും എന്നുമുള്ള അറിയിപ്പാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ കോൾ വരുന്ന സമയത്ത് ആധാർ കയ്യിൽ കരുതുക എന്നതാണ്. പിന്നീട് നിങ്ങൾ 2ാമത്തെ ഗേറ്റ് വഴി അവിടെ എത്തിയാൽ ഉള്ളിലേക്ക് കയറാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഹോസ്പിറ്റലിലെ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സത്യസായി ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ ഒരു ഹോസ്പിറ്റൽ, ഞാനിപ്പോൾ ഇവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു, മലയാളി. 10ാമത്തെ വർഷമാണ് ആ മനുഷ്യൻ ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോൻ്റെ കാര്യവുമായിട്ടാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഡിസീസസ് ആണ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസുകളായിട്ട് അദ്ദേഹം ഇവിടെ വന്നു. വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് അവരിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അവർക്ക് ഡോക്ടർ കൊടുത്തിരിക്കുന്നത് ഒറ്റ സിംഗിൾ മെഡിസിൻ മാത്രമാണ്. അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ്, ആളുടെ രോഗത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചിലപ്പോൾ ഈ ഒരു കൺസൾട്ടേഷനിൽ ചിലപ്പോൾ ആ മെഡിസിനും കൂടി ഇവർ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മളെക്കൊണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെ ഗുളിക കഴിപ്പിക്കുന്ന സമയത്ത് ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ അറിയാതെ തന്നെ ചില ഹോസ്പിറ്റലുകൾക്കും മെഡിസിനുകൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഷെഡിൽ നിന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ മഞ്ഞ കാർഡ് തരികയും അത് നിങ്ങൾ പതിവായി കയ്യിൽ കരുതുകയും ചെയ്യുക. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ട് മുൻപിലുള്ള സത്യസായി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഗീതാഞ്ജലി നഗറിലേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. 85 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അവിടെ നിന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാലോ ഓട്ടോയ്ക്കോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ റോട്ടിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡ്, അതായത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എങ്ങോട്ടുമുള്ള ബസ്സുകൾ ലഭ്യമാവുകയും ചെയ്യും. ഇത് ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി ബൈ.